ചെയ്യാൻ നല്ല ഫൈറ്റ് സീക്വൻസ് എല്ലാം പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോണും കളറും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോൺ പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ശാന്തുന് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ശാന്തുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സായ പെരുകാർ നന്നായിട്ട് പടം മൊത്തത്തിൽ അടിപൊളിയാണ്. ഞാൻ ട്രെയിലർ പോലെ കാണാതെ വന്നത് ടോട്ടലി അടിപൊളി പടമാണ്. എല്ലാവരും കണ്ടു നോക്ക്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. ബാക്കിയുള്ളവരും കൂടെ വന്ന് കാണാൻ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി. തമിഴിൽ മലയാളത്തിലും ബുക്കിനായിരിക്കും രണ്ടും മിക്സാണ്. ഹിന്ദി ഉൾപ്പെടെ മാറ്റി രണ്ട് മിക്സാണ്. ഇംഗ്ലീഷ് മലയാളം തമിഴ് സൂപ്പർ പടം. ഇതിലും അടിപൊളി സെൽവരാവ് സൂപ്പറാണ്. ഒരു ലാസ്റ്റത്തെ അവസാനത്തെ ഭാവം സെൽവരാവ് കൊടുത്താണ്. ഒരു കമ്പാക്കാണ്. ചെയിൻ്റെ ഒരു കമ്പാക്കാണ്. സായ പേരിന് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല രണ്ട് സോങ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. എടുത്തു പറയേണ്ട കാര്യം ഒരു ആക്ഷനാണ്. കാരണം ഡോക്ടർമാരെല്ലാം പിടിച്ചിരുന്ന് വരുന്നതിലേക്ക് നല്ല കിടിലം ആക്ഷൻ. ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് വരുന്നത് നമുക്ക് നല്ല പടമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. കാര്യം അത്യാവശ്യം റൊമാൻസ് ഉണ്ട്, കൂടുതലും വയലൻസ് ഈ പടത്തിലുണ്ട്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് കബഡി മത്സരമാണ്. കബഡി മത്സരത്തിൽ ഒരു സംഭവമാണ് ഈ സിനിമയിലെ സ്റ്റോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റേ പീറ്റർ കെയ്ൻ അങ്ങനെയുള്ള സംഭവങ്ങളല്ല ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. കബഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മത്സരത്തിൽ കംപ്ലീറ്റ് ലോക്ക് കാര്യങ്ങളാണ്. പക്ഷേ പുള്ളി കംപ്ലീറ്റ് ആ ഫൈറ്റിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കബഡി മത്സരത്തിൽ അത് ചെയ്യുമ്പോഴാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇത്രയും ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ട് സിനിമയിലെ പാട്ടെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റീസൺ ജാലക്കാരി മായക്കാരി ആ പാട്ട് ഭയങ്കരമായിട്ട് റീൽസായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു മലയാളം സിനിമ ആണെങ്കിൽ ഒരു തമിഴ് മോഡലാണ് പടത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? തമിഴ് മോഡലാണ് പടത്തിൻ്റെ റോളെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. എന്നാലും എനിക്ക് സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നമുക്ക് തോന്നും. ലാസ്റ്റ് ഒരു ഫൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹായിച്ചു കൊടുക്കണമെന്ന് നമുക്കുണ്ട്. അതാണ് ഡയറക്ടറുടെ കഴിവ്. കാര്യം ഇനി അടിക്കാൻ